പ്രൈസ് ദി ലോർഡ്. എൻ്റെ പേര് ജിസ്മി എന്നാണ്. ഇത് എൻ്റെ മകള് മേഘന. ഞങ്ങൾ ഒത്തിരിയേറെ പ്രാർത്ഥിച്ചും കണ്ണീരൊഴുക്കിയൊക്കെ ഞങ്ങൾക്ക് ദൈവം അനുഗ്രഹിച്ച് തന്ന മകളാണ് മേഘന. പക്ഷേ 2018 അവൾ 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് അവൾക്ക് പെട്ടെന്ന് ദേഷ്യം വരെയും വാശി ഭയങ്കരമായിട്ട് കൂടുകയൊക്കെ ചെയ്ത്. അപ്പോൾ എനിക്കറിയില്ലായിരുന്നു എന്തുകൊണ്ടാണ് എൻ്റെ മകൾക്ക് ഇത്രയും ദേഷ്യവും വാശിയും ഒക്കെ വന്നത് എന്താണെന്ന് എനിക്കറിയില്ലായിരുന്നു. അപ്പം ഞാൻ ഓർത്തു ചെറുപ്രായത്തിൻ്റെ ആയിരിക്കും, അത് വലുതാവുമ്പോൾ മാറുമെന്ന് വിചാരിച്ച്. വളരും തോറും ദേഷ്യവും വാശിയും കൂടാൻ തുടങ്ങി. അതുപോലെ തന്നെ മറ്റുള്ളവരെയൊക്കെ അവൾ ഉപദ്രവിക്കാൻ തുടങ്ങി. ഞങ്ങൾ ഉപദ്രവിക്കും, എന്നെയും എൻ്റെ ഭർത്താവിനെയൊക്കെ ഉപദ്രവിക്കും, അയൽവാസികളെ ഉപദ്രവിക്കും, മറ്റുള്ളവരോടൊക്കെ ചീത്തവാക്കുകളൊക്കെ പറഞ്ഞ് അവരെ വേദനിപ്പിക്കാൻ തുടങ്ങി. അങ്ങനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കഴിഞ്ഞപ്പോൾ ഡോക്ടർ സൈക്കാട്രിസ്റ്റിനെയൊക്കെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു മെഡിസിൻ കൊടുക്കാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങളൊരു 2-2.5 വർഷത്തോളം മെഡിസിൻ കൊടുത്തിട്ട് ഏക്കണയില്ലാതെ വാശി കൂടിയാണ് വന്നത്. പിന്നെയും ഞങ്ങൾ ഉപദ്രവിക്കും. ഞങ്ങളെപ്പോഴും കരച്ചിൽ മാത്രമേ ഉള്ളൂ, ഒരു സമാധാനവും ഞങ്ങൾക്കില്ല. അങ്ങനെ അടുത്ത ഹോസ്പിറ്റലിൽ കാണിക്കാമെന്ന് വിചാരിച്ച് വേറെ ഒരു ഹോസ്പിറ്റലിൽ കാണിച്ച് ആ ഡോക്ടറിനെ കൊണ്ട് കാണിച്ചപ്പോൾ ആ ഡോക്ടർ മരുന്ന് കൊടുക്കും. പക്ഷേ എങ്കിലും പോലും മാറണില്ല. ഇങ്ങനെ ഒരു 5 വർഷം വരെ ഞങ്ങളിങ്ങനെ മരുന്നിൻ്റെ പുറകെ നടന്ന് ഹോസ്പിറ്റലിൽ നടന്ന് കൊച്ചിന് ഒരുപാട് പൈസ ഞങ്ങൾ ചിലവാക്കി. അത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾക്ക് വീടിൻ്റെ കടബാധ്യത മൂലം ഞങ്ങൾക്ക് വീട് വിൽക്കേണ്ടി വന്നു. വീട് വിറ്റ് ഞങ്ങൾ വാടക വീട്ടിൽ പോയി താമസിച്ചു. അതിനു മുമ്പ് എൻ്റെ ഹസ്ബൻഡാണെങ്കിൽ ഗൾഫിലായിരുന്നു. ഗൾഫിൽ നിന്ന് വന്ന സമയത്ത് എൻ്റെ ഭർത്താവിന് സ്ട്രോക്ക് വന്നിട്ട് കയ്യും കാലും തളർന്നു പോയി. കിഡ്നി 2 കംപ്ലൈൻ്റ് ആയി. അതും ഒരു പ്രശ്നം. കൊച്ചിൻ്റെ പ്രശ്നം, കടബാധ്യത മൂലം വീട് വിറ്റ് വാടകയ്ക്ക് പോകേണ്ട അവസ്ഥ. അങ്ങനെ വാടക വീട്ടിൽ ചെന്നപ്പോൾ അവിടുത്തെ അയൽവാസികളോടും ഇവൾ മോശമായിട്ട് പെരുമാറാൻ തുടങ്ങി. അവരും ഓണറിനോട് കംപ്ലൈൻറ്റ് പറഞ്ഞു, ഇവരിനി വാടക വീട്ടിൽ ഇവരെ താമസിപ്പിക്കാൻ പറ്റില്ല, ഇവരിവിടുന്ന് ഇറക്കണമെന്ന് പറഞ്ഞു. ഞാനപ്പോൾ ഓണറിനോട് വിളിച്ചിട്ട് പറഞ്ഞു എൻ്റെ മോളുടെ അവസ്ഥ ഇങ്ങനെയാണ്, എനിക്കൊരു നിവൃത്തിയില്ല, ഹസ്ബൻഡിൻ്റെ അവസ്ഥ ഇങ്ങനെയാണ്, ഞങ്ങൾക്ക് കയറി താമസിക്കാൻ ഒരു വീട് പോലുമില്ല, ഞങ്ങൾ ഇവിടുന്ന് വിടയിരുന്നെന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞ് മോളെ ഞങ്ങൾക്കൊരു നിവൃത്തിയില്ല. ഞാനപ്പോൾ ഈശോനോട് നോലോളിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞ് എൻ്റെ ദൈവമേ, 1 സെൻറ്റ് സ്ഥലം എനിക്ക് എവിടെയെങ്കിലും തന്നെ ഞാനൊരു ഷെഡ് വെച്ച് കെട്ടി താമസിച്ചോളാം എൻ്റെ മോളെയും കൊണ്ട്, ആരും ഞങ്ങൾ ഇറക്കി വിടില്ലല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ അമ്മക്ക് എന്നോട് വിഷമം തോന്നി. അമ്മ പറഞ്ഞ് അപ്പം അമ്മ താമസിക്കുന്ന വീട്ടിൽ ഒരു മുറിയേ ഉള്ളൂ. അപ്പം എന്നോട് പറഞ്ഞു മോനെ നിങ്ങൾ വേറെ ഒരിടത്തും പോകണ്ട, ഇനി അമ്മയുടെ കൂടെ താമസിക്കും, നമുക്ക് ഒരു മുറിയുള്ളെങ്കിലും ഉള്ള സൗകര്യത്തിൽ കിടക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങളവിടെ താമസിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഈ പറവൂരി ഒരു ജോസ് എന്ന് പറഞ്ഞിട്ട് ഒരു ബ്രദറുണ്ട്. ആ ബ്രദർ ഞങ്ങളോട് വീട്ടിൽ വന്നിട്ട് പറഞ്ഞ് മോളെ നിങ്ങൾക്ക് എൽറൂഹയിൽ പോകാൻ പറ്റുമെന്ന് ചോദിച്ചു. മോളൊന്ന് അവിടെ ഒരുപാട് അത്ഭുതങ്ങളുണ്ട്, പിന്നെ അതുപോലെ നിങ്ങൾ മുടങ്ങാതെ അത്ഭുത ജപമാല കാണണം, നിങ്ങളുടെ കാര്യത്തിൽ ദൈവം ഇടപെടുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പറഞ്ഞു ഞാൻ പോകാമെന്ന് പറഞ്ഞു. ഞങ്ങൾ ഫസ്റ്റ് ഞാൻ എൻ്റെ ഭർത്താവിനെയും കൊണ്ടാണ് വന്നത്, പാടില്ലാത്ത രോഗിനെയും കൊണ്ട് ഞാനിവിടെ വന്ന് ബ്രദർ കൗൺസിലിംഗ് ചെയ്തപ്പോൾ പറഞ്ഞു ഇനി വരുമ്പോൾ അടുത്ത പ്രാവശ്യം മോളെയും കൊണ്ട് വരാൻ പറഞ്ഞു. അങ്ങനെ മോളെയും കൊണ്ട് വന്നു കഴിഞ്ഞപ്പോൾ മോള് ഇങ്ങോട്ട് കയറൂല, അവൾ പുറത്ത് നിൽക്കുള്ളൂ, പുറത്ത് നിന്ന് പ്രാർത്ഥിക്കുള്ളൂ. എന്നിട്ട് പിന്നെ ഞാനെന്നാലും പിറ്റ പ്രാവശ്യവും ഞാൻ വന്ന് കഴിഞ്ഞ് വൺ ഡേ കൺവെൻഷന് വരും. അപ്പോൾ ഫെബ്രുവരിയിൽ ഞങ്ങൾ ഇതുപോലെ തന്നെ വന്നു കഴിഞ്ഞപ്പോൾ 2026 ഫെബ്രുവരിയിൽ വന്നു കഴിഞ്ഞപ്പോഴേക്കും റാഫേൽ അച്ഛനെ കണ്ടു. അച്ഛൻ പറഞ്ഞു നിങ്ങൾ അത്ഭുത ജപമാല മുടങ്ങാതെ കാണണം, ബന്ധന പ്രാർത്ഥന ചൊല്ലണം, പിന്നെ ഭൂതോച്ചാടന വസ്തുക്കൾ ഉപയോഗിക്കണമെന്ന് പറഞ്ഞു. പിന്നെ അതുപോലെ തന്നെ ബ്രദറിനെ കണ്ടപ്പോൾ ബ്രദർ പറഞ്ഞു നിങ്ങളുടെ മോളുടെ കാര്യത്തിൽ ദൈവം ഇടപെടുന്നുണ്ട്, ഇനി നിങ്ങൾ വരുമ്പോൾ സാക്ഷ്യം പറയാൻ വേണ്ടിയിട്ട് മാത്രം നിങ്ങൾ ഇവിടെ വന്നാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ തന്നെ ഇതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾക്ക് ബാംഗ്ലൂർ ട്രീറ്റ്മെൻറ്റിന് പോകാമെന്നുള്ള ഇതിൽ ഞങ്ങൾ നിന്നാലും ഞങ്ങൾക്ക് വിശ്വാസമൊന്നുമില്ല. കാരണം ഇത്രയും നാൾ മരുന്ന് കഴിച്ചിട്ട് മാറാത്തതാണ്, പിന്നെ ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ട് കാര്യമൊന്നുമില്ല. എങ്കിലും ഞങ്ങൾ വിശ്വാസത്തോടുകൂടി അച്ഛൻ പറഞ്ഞ പ്രാർത്ഥനകളെല്ലാം ഞങ്ങൾ ചൊല്ലി പ്രാർത്ഥിച്ച് ഇപ്പം 1 മാസമായിട്ട് ഞങ്ങളുടെ വീട്ടിൽ ഭയങ്കര സമാധാനമാണ്, കൊച്ചിന് യാതൊരു കുഴപ്പവുമില്ല. എൻ്റെ ദൈവമേ, കരങ്ങളടിച്ച് നന്ദി പറഞ്ഞ് ശക്തമായി കരങ്ങളടിച്ച്. പിന്നെ അതുപോലെ തന്നെ നഷ്ടപ്പെട്ടു പോയ ഞങ്ങൾക്ക് 1 സെൻറ്റ് സ്ഥലവും ഷെഡുമാണ് ഞാൻ ഈശോനോട് ചോദിച്ചത്. ഈശോ എനിക്ക് 4 സെൻറ്റ് സ്ഥലവും നല്ല അടിപൊളി വീടും തന്നു. അങ്ങനെ കൊച്ചിനെ നോക്കട്ടെ മോളെ.
ഒരു മാസം മുമ്പ് കൊണ്ടുവന്നത് അല്ലേ? ആ. ആള് വളരെ ശാന്തമായി. ഇപ്പൊ ഒരു കുഴപ്പമില്ല, ഒരു കുഴപ്പമില്ല, വളരെ ശാന്തമായിട്ട് നിൽക്കുന്നുണ്ടല്ലോ. ഇപ്പം എത്ര വയസ്സായി? 17 വയസ്സ് അല്ലേ? ഉണ്ടോ? അപ്പോൾ എന്താ നിങ്ങൾ ചെയ്ത? അച്ഛൻ പറഞ്ഞ പോലെ അത്ഭുതമാല കണ്ടു, വെഞ്ചിരിച്ച തേനും ഒരുപോലൊക്കെ തിരിച്ചൊക്കെ ഭക്ഷണത്തിൽ കൊടുത്തു, തലയിൽ കൈ വെച്ച് പ്രാർത്ഥിച്ചു, കഴുത്തിൽ വെന്തിങ്ങി ഇട്ടു. ഇപ്പോൾ ഇതിപ്പോൾ ഒരു കുഴപ്പമില്ല, ആൾ വളരെ ഫെബ്രുവരിയിൽ വന്നപ്പോൾ ഇവിടെ ഒരു ചേട്ടൻ പറഞ്ഞ് 3 വെന്തിഞ്ഞ ഞാൻ കഴുത്തേലിടും, അപ്പം 3 ആഗ്രഹം സാധിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ഇവള് കേട്ട്, അപ്പോൾ ഇവള് വേഗം തന്നെ ഇവിടുന്ന് വെന്തിഞ്ഞ മേടിച്ച് 2 വെന്തിഞ്ഞിട്ട്, എന്നിട്ട് എന്നോട് പറഞ്ഞ് അതെ, ഒരു വെന്തിഞ്ഞ എനിക്ക് വാശി മാറാൻ, ഒരു വെന്തിഞ്ഞ എനിക്ക് നന്നായിട്ട് പഠിക്കാമെന്ന് പറഞ്ഞു. ആ വെന്തിഞ്ഞ ഇതുവരെ ഊരിയിട്ടില്ല, കഴുത്തേലുണ്ട്. ദൈവമേ, കണ്ടോ സ്നേഹമുള്ളവർ, ഇങ്ങനത്തെ സാക്ഷ്യങ്ങളാണ് നമ്മളെ ശരിക്കും അത്ഭുതപ്പെടുത്തുക. അച്ഛൻ പറഞ്ഞല്ലേ, മാനസിക രോഗികൾക്ക് സൗഖ്യം കിട്ടാൻ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞ് അത്ഭുതങ്ങളെ ജപമാല വിശുദ്ധ അന്തോണീസിൻ്റെ നൊവേന ദീർഘനാൾ കണ്ട് പ്രാർത്ഥിക്കുക. ഭൂതോച്ചാരണ വസ്തുക്കൾ ഉപയോഗിച്ചവർ ഉപയോഗിക്കുക. ഈ കൊച്ചു കഴുത്തിൽ ഇട്ട പോലെ ബന്ധിങ്ങ കഴുത്തിൽ ഊരാതെ ഇടുക. അങ്ങനെ ബന്ധന പ്രാർത്ഥന ചെല്ലുക. ഇവരുടെ തലയിൽ കൈവച്ച് നമ്മൾ ബന്ധിച്ച് പ്രാർത്ഥിക്കുക. ഈ അമ്മയ്ക്ക് മോളുടെ മേൽ അധികാരമുണ്ട്. അച്ഛൻ നിങ്ങളുടെ തലയിൽ കൈവച്ച് ബന്ധിച്ച് പ്രാർത്ഥിക്കുന്ന പോലെ ഈ അമ്മ ഈ കൊച്ചിൻ്റെ തലയിൽ കൈവച്ച് ബന്ധന പ്രാർത്ഥന ചെല്ലുക. മനസ്സിലായി? ഇനി കൈ വയ്ക്കാൻ പറ്റിയില്ലെങ്കിലും മനസ്സിൽ അദ്ദേഹത്തെ കണ്ടുകൊണ്ട് ചെല്ലിയാലും മതി, അല്ലെങ്കിൽ ഒരു ഫോട്ടോ കയ്യിൽ പിടിച്ച് ചെല്ലിയാലും മതി. അങ്ങനെ ബന്ധിച്ച് ഒരു തിന്മയാണല്ലോ അത് പ്രവർത്തിക്കുന്നത്. അങ്ങനെ ഈ പ്രാർത്ഥനകളൊക്കെ ചെല്ലിയപ്പോൾ ഇതുവരെ 1 മാസം കഴിഞ്ഞു. പിന്നെ ആൾ ഭയങ്കര ശാന്തതയിലേക്ക് വർഷങ്ങളായി, 2018 അല്ലേ, അന്ന് മുതലുള്ളൊരു പേടിയാണ് മാറിപ്പോയത്. ഒപ്പം തന്നെ കർത്താവ് ഒരു 4 സെൻറ്റ് സ്ഥലവും വീടും നൽകി കർത്താവ് അനുഗ്രഹിക്കുക. നല്ലൊരു കയ്യടി കൊടുത്തു കേട്ടോ. നമ്മൾ കേട്ടതിൽ വെച്ച് വലിയൊരു സാക്ഷിയാണ് നമ്മളിപ്പോൾ കേട്ടത് കേട്ടോ. പ്രൈസ് ദി ലോർഡ്.